ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയായിരിക്കും. നമ്മുടെ കോട്ടയം ഏറ്റുമാനൂരിലെ 2 പെൺകുട്ടികളും ഒരമ്മയും ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത. ശരിക്കും എത്രയും ദുഃഖകരമായിട്ടുള്ള വാർത്തയെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും. ആ അമ്മ അങ്ങനെ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം തൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഏറ്റ കൊടിയ പീഡനവും അവർക്ക് ജീവിക്കാൻ ഇനി ഒരു വഴിയും ഇനി ഒരു സാഹചര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 2 പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് ആ 2 മാലാഖ കുട്ടികളെ ചേർത്ത് പിടിച്ച് ആ മാതാവ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തിയാണ് ഷൈനിയുടെ പിതാവ് എന്ന് പറയുന്നത്. എത്ര ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്ര സന്തോഷമായിട്ടുള്ള ഒരു മുഖം കൊണ്ടാണ് അയാൾ നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകനെ അഭിമുഖീകരിക്കുന്നത്. ഒരു മകൾ മരിച്ചിട്ട് 1 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഒന്നും തന്നെ ആയിട്ടില്ല. വെറും 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ വാർത്തകൾ കേൾക്കുന്ന ഇപ്പം എന്നെപ്പോലെയുള്ള പല ആൾക്കാർക്കും എത്രത്തോളം വേദനകൾ മനസ്സിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ട് നമ്മൾ ചിന്തിച്ചാലുണ്ടെങ്കിലോ നമുക്ക് ആ വേദനയുടെ ആഴം എത്രയാണെന്ന് മനസ്സിലാകും. ഒരു 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരു മാതാവ്. ഇപ്പം നമ്മുടെയൊക്കെ അമ്മമാർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെന്തെങ്കിലും അവരോട് എതിർത്ത് പറയുകയാണെങ്കിൽ അവർ പറയും നമ്മൾ ഒരുപാട് വേദന സഹിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് നമ്മളെ വളർത്തിയത്. പല വേദനകളുണ്ടായിരുന്നു, പലരുടെ ആട്ടും തുപ്പും കേൾക്കണമായിരുന്നു, പല കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തയിൽ വരത്തില്ല. അപ്പോൾ പല പ്രശ്നങ്ങളും ഞങ്ങൾ തരണം ചെയ്താണ് നിങ്ങളെ ഇന്ന് ഇത്രയും വളർത്തിയെടുത്തത് എന്ന് നമ്മുടെ മാതാപിതാക്കൾ പറയും. പക്ഷെ അവർക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടല്ലോ അവരുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആങ്ങളമാർ ആരെങ്കിലും ഒരാൾ അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു സങ്കടം പറയുമ്പോൾ അവർക്കൊരു ആശ്വാസവാക്ക് നൽകാൻ അവരെ ഒന്ന് കൈ പിടിച്ചുയർത്താൻ ആരെങ്കിലും ഒരാൾ ഒരു രക്ഷകനായിട്ട് ആ കുടുംബത്തിൽ എവിടെയെങ്കിലും എല്ലാ കുടുംബത്തിലും കാണും. അപ്പോൾ ഈ ഷൈനി എന്ന് പറയുന്ന മാതാവിന് അങ്ങനെ ഒരു സഹായവും ഇല്ല. ഞാൻ പല വോയിസ് ക്ലിപ്പുകളും ഷൈനിയുടെ കേട്ടു, ആ മാതാവിൻ്റെ കേട്ടു. ഇങ്ങനെ പലരോടും കെഞ്ചി ചോദിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു ജോലി ഒന്ന് ശരിയാക്കി തരുമോ എന്ന് പലരോടും ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നതും കൊണ്ടാണ് പല BSc നേഴ്സിംഗ് ആയിട്ടുള്ള ആ മാതാവിന് ജോലി കിട്ടിയില്ല. ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർക്കൊരു 2 ദിവസത്തെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഓക്കെയാവും. പക്ഷെ ആരും തന്നെ അതിന് തുനിഞ്ഞില്ല. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഷൈനി എന്ന് പറയുന്ന മാതാവിൻ്റെ ഭർത്താവ് നല്ല ജോലിയും അതുപോലെ തന്നെ നല്ല ഇച്ചിരി പണമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതെല്ലാവർക്കും കെട്ടിച്ചു വിടുമ്പോൾ അറിയാമല്ലോ, നല്ലൊരു വീട്ടിലാണ് ചെന്ന് കയറിയിരിക്കുന്നത്, നല്ല പണമുണ്ട്, എല്ലാം ഉള്ളതും കൊണ്ട് പല ആൾക്കാരും എന്ത് ചെയ്തു, ഇതങ്ങ് തഴഞ്ഞു, ആ അമ്മയെ അങ്ങ് തഴഞ്ഞു, ജോലി കൊടുക്കാതായി. പിന്നെ പലരും ഇയാളുടെ പറച്ചിൽ കേട്ടിട്ട് ഇയാളുടെ റെക്കമെൻഡിലല്ല ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഒരു ജോലിയും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആ അമ്മയ്ക്ക് കൊടുക്കാതായി. അങ്ങനെയാണ് നമ്മുടെ ഈ കേരളത്തിലെ പല ആശുപത്രിക്കാരും അമ്മയെ ജോലിക്കെടുക്കാതായത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇനി ഒരു ഗതിയുമില്ല, ഇനി ആരും രക്ഷിക്കാനില്ല എന്നതുകൊണ്ടാണ് ആ മാതാവ് 2 പെൺകുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ പറയുമ്പോൾ അവർക്കതൊരു നിസ്സാരം ഒരു 2 മിനിറ്റ് നമ്മുടെ സങ്കടം അവരൊന്ന് കേട്ടിരിക്കുന്നു, പറയടി കുഴപ്പമില്ല. പിന്നെ പക്ഷേ അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും ചില മനുഷ്യർ ആരും ചിന്തിക്കത്തില്ല. ചില ആൾക്കാർ ചിലപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഇതൊക്കെയാണോ നിൻ്റെ ബുദ്ധിമുട്ടെന്ന് ഓർത്ത് അവരെങ്ങനെയും ഒരു ജോലിയൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്കും. പക്ഷെ ചിലരുണ്ടല്ലോ, നമ്മുടെ ഒരു ഇത് കേട്ടു, അവരെ ഒരു കഥ പോലെ കേട്ടു, അവർ പോയി. നമ്മൾ പിന്നെ അതിൻ്റെ എത്രത്തോളം തീവ്രത അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് എത്രത്തോളം ആഴമുണ്ടെന്ന് അവരാരും മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ അമ്മ പല കൂട്ടുകാരോടും വിളിച്ച് ഒരു ജോലി ചോദിച്ചപ്പോൾ അവരതൊരു സിമ്പിളായിട്ടുള്ളൊരു മാറ്ററായിട്ട് എടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ആ മാതാവ് 2 പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്ത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ മാതാവിനൊരു ജോലി കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ആ മാതാവ് ആ 2
പെൺകുട്ടികളും ജീവിച്ചിരുന്നേനെ. അതുപോലെ തന്നെ ഈ പിതാവെന്ന് പറയുന്ന വ്യക്തി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അതെങ്ങനെ നല്ല രീതിയിൽ അതൊന്ന് പരിഹരിച്ച് കൊടുക്കാനും ശ്രമിച്ചിട്ടില്ല. ഒരു മകൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ അല്ലെ അതൊന്ന് എതിർത്ത് ചോദിക്കുക, അല്ലെ തൻ്റെ മകൾ എത്രത്തോളം ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്, തൻ്റെ മകളുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് തിരക്കാൻ പോലും ആ പിതാവ് നിന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ മാധ്യമങ്ങളോടൊക്കെ ഇങ്ങനെ ഇത്ര അഭിമുഖീകരിച്ച് ഒരു മാസം പോലും ആയിട്ടില്ല, വെറും 4 ദിവസമേ ആയിട്ടുള്ളൂ. എങ്ങനെ മാധ്യമപ്രവർത്തകരോടൊക്കെ അവർ ചോദിക്കുന്നതിന് ഇങ്ങനെ ഒരു ചിരിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. നമുക്കാർക്കും അങ്ങനെ കഴിയത്തില്ല. അതുപോലെ തന്നെ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് മരിക്കുമ്പോൾ ലാസ്റ്റ് പലരോടും ഒരു ജോലി തിരക്കിയപ്പോഴും ഈ പിതാവിനെ രക്ഷിക്കാമായിരുന്നു. ഈ പിതാവിനല്ലേ ചേർത്ത് പിടിച്ച് തൻ്റെ സങ്കടം മാറ്റിക്കൊടുക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു റെക്കമെൻഡ് ചെയ്ത് ഒരു ജോലി മേടിച്ച് കൊടുക്കാൻ ഈ പിതാവിന് കഴിഞ്ഞേനെ. പക്ഷേ ആ പിതാവ് ശ്രമിച്ചില്ല. പിതാവ് ഓർത്ത് ഈ 2 പെൺകുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നാളെ ഇവർക്കും ഞാൻ ചിലവിന് കൊടുക്കണം, ഇവരുടെ കാര്യവും എങ്ങനെയാകും എന്നൊക്കെയുള്ള ടെൻഷനിൽ അവരുടെ വിഷമം ഒന്ന് കേൾക്കാനോ ഒന്നും തന്നെ നിന്നില്ല. അതുകൊണ്ടാണ് എങ്ങും ഒരു അഭയം കിട്ടാഞ്ഞതും കൊണ്ടാണ് ഷൈനി എന്ന് പറയുന്ന മാതാവ് ഇങ്ങനൊരവസ്ഥ തിരഞ്ഞെടുത്തത്. ശരിക്കും ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അവരുടെ ആ ഫോട്ടോ കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സൊന്ന് നൊന്തു പോവും, നമ്മളൊന്ന് കരഞ്ഞു പോവും. കാരണം ഒരമ്മയുടെ അവസ്ഥ എത്രത്തോളം അവരനുഭവിച്ചു എന്നൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ചങ്ക് തകർന്നു പോവും. നമ്മൾ ചിന്തിച്ചു പോകുന്ന ഇങ്ങനെയായിരിക്കും, ദൈവമേ ഇനി ആർക്കും ഇങ്ങനൊരവസ്ഥ വരുത്തല്ലേ. കാരണം 2 പൊന്നോമനകൾ എത്രത്തോളം വേദന സഹിച്ചിട്ടായിരിക്കും ഇങ്ങനൊരവസ്ഥ ആ മക്കളെയും കൊണ്ട് ചെയ്യാൻ അവർക്ക് തോന്നിയത്. അവർക്ക് ഇനിയും ജീവിക്കാൻ ഒരു സ്ഥലവുമില്ല, അവരെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്നൊരു ചിന്ത വന്നതും കൊണ്ടാണ്. ഒരു BSc നേഴ്സാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവരുടെ ആ അവസ്ഥ, അവരുടെ ആ മാനസിക അവസ്ഥ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ അവർക്കൊരു ജോലി കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 രൂപ, അല്ലെങ്കിൽ നിങ്ങളൊരു മാസം നിൽക്കുക, അതുവരെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ തരാം എന്ന് പറഞ്ഞ് അവർക്കൊരു 2 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു ട്രെയിനിങ് കൊടുത്ത് അവർ പൊന്നുപോലെ അവർ കയറി വന്നേനെ. ആ മക്കളെയും കൊണ്ട് ജീവിച്ചേനെ. അവർക്കൊരു പിടിവള്ളി കിട്ടിയല്ലോ, അവർക്കൊരു തൊഴിലായിരുന്നു വേണ്ടത്. അപ്പോൾ ആ ഒരു പിടിവള്ളി കൊടുത്തിരുന്നെങ്കിൽ അവരത് പിടിച്ച് കയറിയേനെ, ആ മക്കളെയും കൊണ്ട് ഇന്നും അവർ ജീവിച്ചിരുന്നേനെ. പക്ഷേ അതിനാരും തന്നെ തുനിഞ്ഞില്ല. അവരെവിടെയൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിച്ചു അതെല്ലാം മുടക്കാനാണ് ആ ഭർത്താവെന്ന് പറയുന്ന ആളും ഒരു പള്ളിയിലച്ഛൻ്റെ പേരും പറയുന്നുണ്ട്. നമുക്കറിയാത്ത അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ ഒരു പള്ളിയിലച്ഛൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ മുടക്കാൻ ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ഉണ്ടല്ലോ കല്ലെറിഞ്ഞ് കൊല്ലണം. തൻ്റെ 2 പെൺകുട്ടികൾ, അയാൾ തന്നെ ജന്മം കൊടുത്ത 2 പെൺകുട്ടികളല്ലേ, അതും മരിച്ചിട്ട് പോലും അയാൾക്ക് ആ പെൺകുട്ടികളെ കൊണ്ട് ആ മാതാവ് അങ്ങനെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെ തൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ അല്ലെ ചിലവിന് കൊടുക്കാം, അല്ലെ അവർക്കൊരു തൊഴിൽ, എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോട്ടെ, സംരക്ഷിച്ചില്ലെങ്കിലും അവരെങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്നും ആ മക്കൾ കണ്ടിരുന്നേ.